ആ നമ്മുടെ ഒരു തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളുള്ളത് ആഫ്രിക്കയിലെ കോങ്കോയിലാണ്. കോങ്കോക്കാരുടെ ട്രഡീഷണൽ ആയ ഫുഡാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് എന്താ കുക്ക് ചെയ്യാൻ പോകണം പപ്പ? ബുക്കാരി. ബുക്കാരി ഇവരെ ട്രഡീഷണൽ ആയ ഫുഡാണ്. ഇവരെങ്ങനെയാണ് കുക്ക് ചെയ്യണത്, ഇവരുടെ അടുപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോങ്കോയിലുള്ള ആൾക്കാരുടെ കുക്കിംഗ് രീതി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പപ്പ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കുക്കിങ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ ഇടാണ്. ഇവർ ചാർക്കോൾ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ചാക്ക് ഫുള്ള് ചാർക്കോളാണ്. ഈ ചാർക്കോളാണ് അവർ ഇതിലിട്ടേക്കണത്. ഇവിടുത്തെ ഒരു അടുപ്പ് എന്ന് പറയുന്നത് ഇതാട്ടാ, നിങ്ങൾ കണ്ട ഇത് നല്ല ഇരുമ്പിൻ്റെ ആണ്. ഇതിൽ ചാർക്കോൾ വെച്ചിട്ട് ചാർക്കോൾ നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ടാണ് ഇവിടുന്ന് മേലെയാണ് നമ്മൾ എന്താ പറയുക പാത്രം വെച്ച് കുക്ക് ചെയ്യണത്. അതിൻ്റെ പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഫുള്ളും. ദേ അടിയിലിപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചാർക്കോളൊക്കെ ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം വെച്ചു. ഇവിടെ ഇവർ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാട്ടെ, ഇങ്ങനത്തെ പാത്രങ്ങളാണ് അവർ കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുക. കാരണം ഈ പാത്രങ്ങൾ ഇപ്പോൾ ചൂട് തട്ടിയാലും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല. വേറെ സ്റ്റീൽ പാത്രമോ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഡാമേജ് വരാൻ ചാൻസും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഡാമേജ് വരില്ല. അത് കാരണം ഈ ചാർക്കോൾ വെച്ചുള്ള ഇങ്ങനത്തെ കുക്കിങ്ങിനൊക്കെ അവർ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളാട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ ഏറെക്കുറെ സ്റ്റാർട്ടായി. പപ്പ എൻ്റെ അടുത്തേക്കാണ്. പപ്പയ്ക്ക് പപ്പയോട് ഞാൻ പറഞ്ഞു ക്യാമറയ്ക്ക് നോക്കിയിരുന്നു. അപ്പോൾ പപ്പ പിന്നെ ഫുൾ അടിയിക്കായി നോട്ടം. അപ്പോൾ പപ്പയ്ക്ക് സത്യത്തിൽ ഫസ്റ്റ് ടൈമാണ് പപ്പ ഇങ്ങനെയൊക്കെ ഇതിൽ. അപ്പോൾ പപ്പയുടെ പേര് ജോണാസ് എന്നാണ്. ഞങ്ങൾ ജോണാസ് പപ്പ എന്നാണ് വിളിക്കുക. പപ്പ ലബാ. അപ്പോൾ ഇവിടുത്തെ സീനിയറായ എന്താ പറയുക സെക്യൂരിറ്റി ആണ് ആള്. അപ്പോൾ ഇവിടുത്തെ സീനിയറായ ഒരു എന്താ പറയുക വർക്കറാണ് നമ്മുടെ ഇവിടുത്തെ. അയ്യോ പൂച്ച. അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നാട്ടോ. അപ്പോഴാണ് കാണുന്നത് പപ്പയ്ക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതുവരെ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾ ആഫ്രിക്കയിൽ കോങ്കോളീസിൻ്റെ ഫുഡ് ട്രഡീഷണൽ ആയ ഫുഡ് ഇതുവരെ പരിചയപ്പെടുത്തില്ല. അപ്പോൾ വിചാരിച്ചു അവർ കുക്കിങ്ങും രീതികളും എല്ലാം നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പപ്പേനെയും പിടിച്ച് നിർത്തി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പപ്പ ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചാർക്കോൾ വെച്ചിട്ടുണ്ട്. ചാർക്കോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ അതിനുള്ള ചൂടകണം കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ അതിന് ചൂടാവണം കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്. ഇവരുടെ രീതിയിൽ എന്താ പറയുക സാധാരണ രീതിയിൽ ഇങ്ങനത്തെയാണ് എന്താ പറയുക. ഇവിടെ വേറെ കാര്യം കേട്ടോ. ഇതിന് ഈ ചാർക്കോളിന് ഇവർ പറയുന്നത് മക്കാല എന്നാണ് പറയാം. നമ്മുടെ അവിടെ ചാർക്കോളിന് ഇവർ ഇതിനെ മക്കാല എന്ന് പറയാം. ഇവിടെ ആൾക്കാരൊക്കെ എന്താ പറയുക ഈ ചാർക്കോൾ കൊണ്ട് നടന്ന് വിൽക്കണ കാണാം. ഇവിടുത്തെ സൈക്കിളിലും കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമുക്ക് ചാർക്കോളുകൾ കൊണ്ട് വിൽക്കണത് ഇതുപോലത്തെ ചാക്കിലായിരിക്കും കേട്ടോ ചാർക്കോള് വിൽക്കുന്നവർ. അപ്പോൾ ഈ ചാർക്കോൾ വെച്ചിട്ടാണ് അവർ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടുത്തെ ട്രഡീഷണൽ ആയ കുക്കിംഗ് രീതി ആട്ടോ ഈ ചാർക്കോൾ അഥവാ മക്കാല വെച്ചിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കണ്ട ഇതിവിടെ ഇങ്ങനെ എന്താ പറയുക ഫിക്സ് ചെയ്തേക്കുന്നതല്ല. ഇത് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അവിടെ തന്നെ ആയിരിക്കും. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാന്ന് പറയുന്നത് നടക്കുന്ന കേസില്ല. പക്ഷെ അവരൊരു കുക്കിംഗ് രീതിയിൽ അവർ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ വേണമെങ്കിലും കൊണ്ട് അവർക്ക് കുക്ക് ചെയ്യാം. വീട്ടിലൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇത് അത്രയും ചൂടുണ്ട്. നമ്മുടെ രീതിയിലുള്ളൊരു വീടും കാണാൻ പറ്റില്ല. പിന്നും നമുക്ക് എന്താ പറയുക വേറെ രീതിയിൽ ഇതിന് മാത്രമുള്ളൊരു റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇത് നല്ല ചൂടാവും. ഇത് ഇരുമ്പോഴാണ് ഇത് പണിതേക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിരിക്കും ഈ സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ അടുപ്പ് കാര്യങ്ങൾ. വേറെ രീതിയിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട്. വേറെ സ്റ്റാൻഡ് കുറച്ച് ഹൈറ്റിൽ സ്റ്റാൻഡുള്ള രീതിയിലും ഒക്കെ ഉണ്ട് അവരെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു അടുപ്പെന്ന് പറയുന്ന ഈ സംഭവം. അപ്പോൾ ഇത് ഏറെക്കുറെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പയ്യെ അടുത്ത് എന്താ പറയുക ബുക്കാരി അല്ലേ
ബുക്കാരി എന്ന് പറയുന്നത് ഉണ്ടാക്കി വരണേന് അതിന് ബുക്കാരി എന്ന് പറയാം. ഇതിൽ ചോളപ്പൊടിയാണ് അവർ കൊണ്ട് ഇടുക, എന്നിട്ട് നല്ല രീതിയിൽ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പപ്പയുടെ ലഞ്ചായിട്ട്. ഇവിടുത്തെ ആൾക്കാരെ നമ്മുടെ നാട്ടിൽ ചോറ് എന്ന് പറയണ പോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഭക്ഷണമാണ് ബുക്കാരി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 2 നേരം ഇവർ ബുക്കാരി തന്നെയായിരിക്കും. അതിന് എന്തെങ്കിലും കറിയില്ലേ, മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് വെണ്ടയ്ക്ക തോരനായിരുന്നു, മുട്ടയോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അവരെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബുക്കാരിയാണ്. അതിനൊപ്പം എന്ത് വേണമെങ്കിലും കോമ്പിനേഷൻ ആയിട്ട് കറി എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ലെഗ്യൂം എന്ന് പറയുന്നത് വെജിറ്റബിൾ എന്നാട്ടാ. Les feuilles de patates. Tu as déjà préparé ça? J'ai déjà préparé ça. Déjà préparé ça. പപ്പ പറഞ്ഞത് പപ്പന് ലഞ്ചിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആകെ ബുക്കാരി മാത്രമാണ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് തുറക്കാൻ കിട്ടണില്ലല്ലോ പപ്പേ. ഓ, പൂട്ടി വെച്ച കാര്യം കൊടുക്കാതിരിക്കാൻ. ആ, ഇതാണ് ഇവരെ ഫുഡായിട്ട്. ഇതെന്താണ്, എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇതെന്താ, അതിൽ തക്കാളി ഉണ്ട്, സബോള ഉണ്ട്, ടൊമാറ്റോ ടൊമാറ്റോ, ഓനിയോൺ, പിലിപ്പിലി പിലിപ്പിലി എന്ന് പറയുന്ന മുളക്, ടൊമാറ്റോ, ഓനിയോൺ, പിന്നെ പിലിപ്പിലി പിലിപ്പിലി, പിന്നെ സാക്കുവാ പപ്പ മത്തമ്പേലി. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ പിലിപ്പിലി, ഒണിയോൺ, ടൊമാറ്റോ, പിന്നെ ഇതിൽ വേറൊരു ഇലയും കൂടി ഉണ്ട് കേട്ടോ. ആ ഇല എന്ന് പറയുന്നത് ദേ ഇതാണ്. ആ ഇല നമ്മുടെ ചീര അങ്ങനെയൊക്കെ പറയണ, കൊള്ളിയില അങ്ങനെയൊക്കെ പറയണ പോലെ വേറൊരു ഇല. പപ്പ കാണിച്ചു തരാണ്. ഇങ്ങനെ ഓരോന്നും ഇവന്ന് ഒടിച്ചൊടിച്ചൊടുക്കുന്നു പറയായിരുന്നു പപ്പ. എന്നിട്ട് അവർക്ക് നാളെയും കുക്ക് ചെയ്യേണ്ടതാണ്. അതവരതാണ് അവർ പൊട്ടിച്ചെടുക്കാത്ത അതുമെന്ന്. ഇതാണ് കേട്ടോ ഈ ഒരു ഇതിലിട്ടേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മാട്ടാ ഈ ഒരു ഇല കാണുന്നത് തന്നെ ഇവിടെ. ഇത് സബിയൻ പപ്പ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ, എൻ്റെ കൈ വാഷ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു കൊഴുപ്പ് വന്നു പെട്ടെന്ന്. ഒരു ചീരയും മുരിങ്ങ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് ടേസ്റ്റ് കേട്ടോ. എന്തായാലും നല്ല ഹെൽത്തി സംഭവമായിരിക്കും, കാരണം ഇവർ കഴിക്കുന്നതൊക്കെ നല്ല ഹെൽത്തി സംഭവമാണ്. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ അതിൽ എന്താ പറയുക, ചൂടായിട്ടുണ്ടായില്ല. ഇപ്പോൾ ചൂടായി തുടങ്ങി, നല്ല കണ്ട നല്ല രീതിയിൽ ചാർക്കോള് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ കത്തല്ല, നല്ല ഇങ്ങനെ പൊള്ളി കനലാവെന്ന് പറയില്ല, അങ്ങനെ ആവും കേട്ടോ. ഇതാണ് പപ്പയുടെ കുഞ്ഞു കിച്ചൻ. ഇവരെ എന്താ മറ്റേ അരക്കണെന്ന് തോന്നുന്നു ചേട്ടായി. ആണോ? ഓക്കെ എനിക്കറിയില്ല ചേട്ടാ. പപ്പമാര് ഇതിലിരുന്നാ കുക്ക് ചെയ്യാ. ഇത് ഇരിക്കണ സംഭവമാണ്. മരത്തോണ്ട് ഒറ്റ തടിയിലുണ്ടാക്കിയാന്ന് തോന്നുന്നു അല്ലേ? ഒറ്റ തടിയിലുണ്ടാക്കിയതാണ്. ഇരിക്കണ കുഞ്ഞൊരു അല്ല, ഒറ്റത്തടിയിലാണ് ഇങ്ങനത്തെ സാധനം കൂടുതലൂടെ കണ്ടേക്കണ്. നായ്ക്കുള്ള ഫുഡാട്ടത്. നായ്ക്കുള്ള ഫുഡ് വിജയൻ ചേട്ടൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നേക്കാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അല്ലേ? നായ്ക്ക് ഇവര് ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് പപ്പയുടെ. ഇത് ഇവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട് കുഞ്ഞൊരു ഇതിലാട്ട. ഉപ്പ് വെച്ചിന് ആവശ്യത്തിന് അവരെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. ഇവിടെയാണ് ഈ വീടിൻ്റെ എന്താ പറയുക കിച്ചൺ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് കുക്കിംഗ് കാര്യങ്ങൾ ചെയ്യണേ. ഇപ്പം ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ സച്ചിൻ ചേട്ടൻ അവരൊക്കെ ആട്ടോ, അവരെ വീടാട്ടോ അത് ഞാൻ പറഞ്ഞില്ല, അവരുടെ വീടാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എന്താ പറയുക ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ചാർക്കോളാട്ടോ. ഇവിടെയാണ് അവരെ ചോറും കാര്യങ്ങളൊക്കെ വെക്കുക. അവരെ പാത്രങ്ങളാണ് കേട്ടത്, പപ്പമാരുടെയും ഇവിടെ അമ്മമാർ കുക്ക് ചെയ്യുന്ന ആൾക്കാരെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ വെച്ച വെള്ളം ചൂടായി തുടങ്ങിയത്. അപ്പോൾ പപ്പ ദേന വരുന്നുണ്ട്. പപ്പ ദേന അവിടെ നിന്ന് പൊടിയൊക്കെ എടുത്ത് വരാണ്. ചോളപ്പൊടി ഞാൻ പറഞ്ഞല്ലോ, ചോളപ്പൊടി എന്ന് പറയുന്നത് ഇതാണ് ചോളപ്പൊടി. അപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇടും തോറും അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലക്കി ഇപ്പുറത്തിരിക്കുന്നുണ്ട് പപ്പ ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. ഇത്
നല്ല ഒരു തരി തരി കേട്ടോ, ഇങ്ങനെ തരി 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 കണ്ട നിങ്ങൾ, തരി തരി എന്നുള്ള അത്രയും വല്ലാണ്ട് പൊടിയല്ല, ഒരു തരി തരിപ്പ്. ആ ഇത് നല്ല പൊടി ആയതുകൊണ്ടേ ഈ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ പയ്യെ പയ്യെ കുറച്ച് ഇടുമ്പോൾ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കട്ട പിടിയിക്കാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലക്കി പൂവ് കാണിച്ചു തരാണ്. ലക്കിക്ക് പൂവ് പൊട്ടിച്ചു കൊടുത്തു അല്ലേ? ആ എവിടെന്ന്? അവിടെന്ന് മേലെ, ആ മേലേന്ന് ലക്കി പൂ പൊട്ടിച്ചു തന്നു അല്ലേ? ആ ആ ആ കുറച്ചിട്ട് കൊടുത്തുട്ടാ, വളരെ നിസ്സാരം, ഇത്ര ഒരു കൈപ്പിടി മാത്രം ഇപ്പം ഇട്ടിട്ടുള്ളൂ, ഇത്രയും ബാലൻസ് ഇടാനായിട്ടുണ്ട്. അപ്പം അത് ഇട്ടിട്ട് ഇളക്കി വെച്ചേക്കാണ്, വെയിറ്റ് ചെയ്യാണ് പപ്പ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിന്നെ ഇടും. ആ അതിലേക്ക് നോക്കാം ഇതേന ചെറിയ രീതിയിൽ അതൊന്ന് കുറുകി ചൂടായപ്പോ ഇനി പപ്പതേ കുറച്ച് പിന്നെ. അയ്യോ പൂച്ച, നല്ല കാറ്റാട്ടാ. പപ്പതേ വീണ്ടും ഇടുന്നു കുറച്ച്. ഇനി പതിയെ ഇളക്കി കൊടുക്കാണ്. അത് ഇളക്കണേനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ എല്ലാം കൂടി ഇളക്കല്ല ചെയ്യുന്നത്, ഇങ്ങനെ വട്ടനെ ഓരോ സൈഡിൽ നിന്ന് കുത്തി ഇളക്കി കൊടുക്കാണ്. ആ ഒരു എന്തെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടാൻ വേണ്ടിട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഒരു ചോളപ്പൊടിയാണ് യൂസ് ചെയ്യണത്. ഈ ചോളപ്പൊടീനെ ഫസ്റ്റ് പറയുന്നത് ബൂങ്ക എന്നാട്ടോ പറയാ. അത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് എന്താ പറയാ ബുക്കാരി എന്ന് പറയുന്നത്. സംഭവം ഏറെക്കുറെ ആയി തുടങ്ങിട്ടോ. ഈ ചൂടുള്ള കാരണം പിന്നെ ഒരു പൊടിയാണല്ലോ, അത് കാരണം പെട്ടെന്ന് അത് കുറുകി കട്ടിയായി തുടങ്ങി. ഇനി ഇതിങ്ങനെ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലക്കി ഇത് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ട് ലക്കി ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ കിട്ടുണി ഇരിക്കുന്നുണ്ട്. കിട്ടുണി ഇത് ഫോൺ എടുത്തപ്പോൾ കിട്ടുണി മാറിപ്പോയി, കട്ടായി തുടങ്ങി ഏറെക്കുറെ. ഇത് നല്ല മരത്തിന്റെ കയ്യിലാട്ടോ, നല്ല നീളമുണ്ട്. ആ ഇനി ഇതേന ഏറെക്കുറെ കഴിഞ്ഞു തന്നെ പറയാം. ഇനി അതിങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുക്കാണ്. നല്ല ചൂടാല് ഇങ്ങനെയൊക്കെ നല്ല എന്താ പറയുക, ഇതിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ല ചൂടായില്ല. അപ്പം അതുകൊണ്ടാട്ടോ ഇത്ര നീളമുള്ള കൈ ഉപയോഗിക്കണത് തന്നെ. എന്താ പറയുക ഫുഡ്, ആ ഫുഡിന് എന്താ പറയാ? ബുക്കാരി. ആ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. നമ്മൾ ഇരുന്ന് തന്നെ ഇളക്കണം. അത് വെറുതെ നമുക്ക് വിചാരിച്ച പോലെ ഇളക്കിയെടുക്കാൻ പറ്റൂലേ. ഇതേ പാത്രം കൊണ്ട് വെച്ചു പപ്പ. പപ്പ ചിരിക്കിന്. പപ്പ ഫേമസ് ആകാൻ പോവാ അല്ലേ പപ്പ? ചില ആൾക്കാർ ഇത് ഉണ്ടുരുട്ടി വെക്കും കേട്ടോ. ചില ആൾക്കാർ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഉണ്ടുരുട്ടി വെക്കും. പപ്പ ഇപ്പം ചെയ്തിട്ടില്ല, ചെയ്യുന്നതാണ് പറയണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടുരുട്ടി എടുക്കണേന്ന് ഈ സംഭവം. പപ്പയ്ക്കുള്ള ഫുഡായി ബുക്കാരി. പിന്നെയാണെന്ന് പറഞ്ഞോ? നീ അതിനെ ഉണ്ടാക്കാൻ പോവാ. ആ ഓ ഇവരൊറ്റ ഉണ്ടാക്കാട്ടാക്കണ്. ആ കഴിഞ്ഞു. പിന്നെ പപ്പ ആ കഴിഞ്ഞു. ആ ഇനി കഴിക്കണം എന്നാണ് പറയണ ആള്. ആ മഞ്ചേ ലക്കിയുടെ കുട്ടി സ്റ്റൂളാണ് എടുത്തോണ്ടോ, അത് പയ്യാൾ എടുക്കാൻ നോക്കാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക ബുക്കാരി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ അവരെ കുക്കിങ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പപ്പ കറി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അത് ഇത് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട കറി. നിങ്ങളപ്പോൾ ഇവിടെ കോങ്കോയിലുള്ള ആൾക്കാരെ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് കണ്ടില്ല. ഇവർ ട്രഡീഷണലായി കുക്കിംഗ് രീതി ആട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. സാമ്പത്തികപരമായുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ഗ്യാസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അല്ലാണ്ട് സാധാരണയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും കുക്ക് ചെയ്യണത് ഇതുപോലെയുള്ളൊരു അടുപ്പിലാണ്. ഇതായി ചാർക്കോൾ വെച്ചിട്ടാണ് കേട്ടോ അവർ കുക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറേ നാളെ ഈ വീഡിയോ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു, ഇങ്ങനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് സാധിച്ചത്. അപ്പോൾ ഇനി
ഇനി പപ്പ ഉണ്ടാക്കിയ ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ലക്കിയും ചേട്ടായി ഇവിടെ വെയിറ്റിംഗ് ആണ്. ലക്കി ബുക്കരി കഴിക്കാൻ പോവാട്ടോ. ആദ്യമായിട്ട് ലക്കി ബുക്കരി കഴിക്കാൻ പോവാണ്. ഇല്ല ഇല്ല ഇല്ല, അന്ന് അവൾ കഴിച്ചില്ല. ചേന പപ്പ കറി എടുത്തു. അപ്പം നമ്മളിത് ഫുഡ് കഴിച്ചു നോക്കാൻ പോവാണ്. ചേട്ടായി മുന്നേ കഴിച്ചിട്ടുള്ളൂ, എന്നാലും ചേട്ടായി കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഇത് കഴിക്കേണ്ട രീതിയാട്ടാ പപ്പ പറഞ്ഞു കൊടുത്താണ് ചേട്ടായിക്ക്. എങ്ങനെയുണ്ട് ചേട്ടായി? സൂപ്പർ. ലക്കിക്ക് വേണ്ടേ? ആ, ലക്കി നല്ല പ്രോട്ടീൻ ഫുഡാണ്. ഇതാട്ടോ കറക്റ്റ് രീതി, ഇവര് കഴിക്കണ രീതി ഇങ്ങനെയാട്ടോ. പക്ഷെ ഇങ്ങനെ ചെറിയ ഉണ്ടാക്കിട്ട് എടുക്കും പപ്പ. ചെറിയ ഉണ്ട മാറ്റണം. പപ്പ വലുതായിരുന്നു, പിന്നെ എടുത്ത് കുഞ്ഞിലുണ്ടാക്കി, പിന്നെ അത് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് സബോ പപ്പ ഉണ്ടാക്കിയതല്ലോ. ചിക്കൻ കറിയൊക്കെ ആയിട്ട് കൂട്ടാനാണ് കൂടുതൽ. അപ്പൊ പപ്പ പറഞ്ഞു വന്ന് അടുത്ത വട്ടം ചിക്കനെ കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. ആ, ഇതാണ്. ഇനി ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടാ ഫുഡ് എങ്ങനെയാണെന്ന്. ഞാൻ കഴിച്ചെടുത്ത കോങ്കോളീസിൻ്റെ ഫുഡ് കഴിക്കാൻ പോവാണ്. ബുക്കാരി കഴിക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ഇത് പപ്പ ഉണ്ടാക്കി വെച്ച കറിയും പിന്നെ ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കണ കണ്ട ബുക്കാരിയാണ്. ഇത് കഴിക്കുന്ന രീതി ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇങ്ങനെ ഉരുളുരുട്ടണം. ചൂട് 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 ചൂടിലുരുട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണം മതി. ഇതുപോലെ ഒരു കുഴി കുഴിച്ച് നടുവിൽ. എന്നിട്ട് ഇതിങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത്, അയ്യോ അതിൻ്റെ ഉള്ളിക്ക് പോയി. ചൂട്, നല്ല ചൂടിനിട്ട കറി. വേറൊരു ടേസ്റ്റ്. നല്ല ഓയിലൊക്കെ ഇട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒന്നുണ്ട്. മുരിങ്ങക്കറിയാ അങ്ങനെയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. കുറച്ച് ചാറിൽ വെച്ച് അങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. സംഭവം നല്ല ഹെൽത്തി ആയ സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ നോക്കണ്ട, സൂപ്പറായിരിക്കും നമ്മുടെ ബോഡി. ഇങ്ങനെയാട്ടോ ഇവിടുത്തെ കുക്കിംഗ് രീതി കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ കോങ്കോളീസിൻ്റെ ട്രഡീഷണൽ കുക്കിംഗ് രീതി ഇപ്പോഴും എങ്ങനെയാണ് അവർ കുക്ക് ചെയ്യണത്, അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഇവിടെയുള്ള കോങ്കോളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ.